നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം എങ്ങനെയോ വാസുവിന്റെ കയ്യിൽ വന്ന വിലങ്ങിൽ വലിയ വെപ്രാളമായിരുന്നു. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ നിർദ്ദേശം കൊടുത്തു. ഇന്ന് പത്മകുമാറിന്റെ കയ്യിൽ വിലങ്ങ് ഉണ്ടാകരുത് എന്നുള്ള ഒരു വലിയ നിർദ്ദേശം ആഭ്യന്തര വകുപ്പിൽ നിന്നൊക്കെ പോകുന്നു. ഈ കട്ടതിനെ കുറിച്ചുള്ള അന്വേഷണമല്ല ശക്തമാകുന്നത്. ഇവരുടെ ഒന്നും കയ്യിൽ വിലങ്ങ് വീഴാതെ ഇരിക്കാനുള്ള ഒരു മുൻകരുതൽ സ്വീകരിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഈ ഭരിക്കുന്നവർക്കും ആഭ്യന്തര വകുപ്പിനും ഒക്കെ ഉള്ളത്. എന്താണ് ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് എന്താണ്? ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ്. ഒരു ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ട കേസിലെ പ്രതികളാണ് എൻ വാസുവും പത്മകുമാറും ഒക്കെ. നമ്മൾ സാധാരണ കാണുന്ന നിസാര കുറ്റമല്ല ഇവർക്ക് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നത്. സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഓർഗനൈസ്ഡ് ക്രൈം, വലിയ ഓർഗനൈസ്ഡ് ക്രൈം, ഇപ്പോൾ തീവ്രവാദ കുറ്റം അല്ലെങ്കിൽ കൊലപാതകം, ബലാത്സംഗം, ഈ കേസുകളിലൊക്കെ പ്രതികളുടെ കൈവിലങ്ങ് അണിയിക്കാമെന്ന് പറയുന്നുണ്ട്. വളരെ സ്പെസിഫിക്കായി ഈ സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് വിലങ്ങ് അണിയിക്കണമെന്നുണ്ട്. ഇവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം എൻ വാസുവിൻ്റെ കയ്യിൽ നമ്മൾ വിലങ്ങ് വീണത് കണ്ടത്. വാസുവിൻ്റെ കയ്യിലെ വിലങ്ങ് ഒരുപാട് അധികാര കേന്ദ്രങ്ങളെ അലോസരപ്പെടുത്തുന്നു. കാരണം വാസുവിന് ശേഷം ആ വിലങ്ങ് കടന്നു പോകുന്ന ആളുകൾ, അധികാര ശ്രേണി, അതൊക്കെ അത്യന്തം അപകടകരമാണ് എന്ന് പെട്ടെന്ന് തന്നെ CPM സർക്കാരുമൊക്കെ തിരിച്ചറിഞ്ഞു. അവർക്കറിയാമായിരുന്നു ഇന്ന് പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങാനായി കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ എൻ വാസുവിൻ്റെ കയ്യിൽ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന എൻ വാസുവിൻ്റെ കയ്യിൽ, അതും പ്രായാധിക്യമുള്ള എൻ വാസുവിൻ്റെ കയ്യിൽ വിലങ്ങണിയിച്ചു. പത്മകുമാറിനെ വിലങ്ങണിയിക്കാതെ കോടതിയിലേക്ക് പോയാൽ അതൊരു ഇരട്ട നീതിയാകില്ലേ? ആ ചോദ്യം ശക്തമാകും. പ്രത്യേകിച്ച് എൻ വാസു തന്നെ കലിപൂണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. 2 ദിവസമായി വെപ്രാളമാണ്, പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള വെപ്രാളം. നമ്മൾ കേൾക്കുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് എൻ വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് വീണതിനെക്കുറിച്ച് പ്രത്യേകം അന്വേഷിക്കുന്നു. ആ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കുന്നു. എന്നാൽ നാളിതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊന്നും DGPക്ക് എന്നതായി നമ്മൾ കേട്ടിട്ടില്ല. നേരത്തെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് ഈ കേസ് ഏറ്റെടുക്കുന്നത് വരെ ഇക്കാര്യങ്ങൾ യാതൊരു വിധത്തിലും കേരളത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നില്ല. ശബരിമലയിൽ നിന്നും ഈ നിർബാധം സ്വർണ്ണപ്പാളികളും കട്ടിളയും വാതിൽ പാളികളുമൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും അവിടെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വീഴ്ച തന്നെയാണ്. അപ്പോൾ ഈ വീഴ്ച ചൂണ്ടിക്കാട്ടി കൃത്യമായ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ, രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ, ഇവയൊക്കെ DGPക്ക് ചെല്ലേണ്ടതാണ്, ആഭ്യന്തരമന്ത്രിക്ക് ചെല്ലേണ്ടതാണ്. ഇതേക്കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ വിലങ്ങാണ് ഇവിടെ പ്രശ്നം. വാസുവിൻ്റെ കയ്യിലെ വിലങ്ങ് പത്മകുമാറിൻ്റെ കയ്യിൽ വീഴരുത്. ഇതിൻ്റെ വെപ്രാളം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലേക്ക് ഓടി. അവിടെ പാർട്ടി നേതാക്കളുമായി ഒറ്റയ്ക്കും പിന്നീട് കൂട്ടായും ചർച്ചകൾ നടത്തി. പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പത്തനംതിട്ടയിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി അതിവിചിത്രമാണ്. SIT അന്വേഷിക്കുന്ന ഈ കേസിൽ കോടതിക്ക് മുൻപാകെ കുറ്റപത്രം സമർപ്പിക്കട്ടെ. ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. കുറ്റാരോപിതൻ പോലും അല്ലാതിരുന്ന, വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ, മാധ്യമങ്ങൾ പടച്ചുവിട്ട ചില കഥകളുടെ പേരിൽ മുന തറച്ച രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA സ്ഥാനം വലിച്ചെറിയണമെന്ന് ആക്രോശിച്ചവരാണ് ഈ ഇടതുപക്ഷക്കാർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ഇതേ ഇടതുപക്ഷ നേതാക്കൾ. അവർക്ക് മുന്നിലാണ് ഇന്നലെ ഗോവിന്ദൻ ചെന്ന് പത്മകുമാർ ഒരു കുറ്റാരോപിതൻ മാത്രമാണ്, ഇപ്പോൾ പത്മകുമാറിനെ പുറത്താക്കേണ്ട സാഹചര്യമില്ല, പത്മകുമാറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ SIT അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കറിയാം പത്മകുമാറിൻ്റെ കയ്യിൽ വിലങ്ങ് വരാതിരിക്കാനുള്ള ആദ്യ നീക്കമാണ് ഗോവിന്ദൻ്റെ. ഗോവിന്ദൻ പത്തനംതിട്ടയിലുള്ളവരെ ആശ്വസിപ്പിക്കുന്നു. മറുവശത്ത് എന്തിനാണ് ഇന്നലെ വളരെ പെട്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് DGPക്ക് ചെല്ലുന്നത്? എന്തിനാണ് SIT അന്വേഷണ തലവൻ ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശം ഒരിക്കൽ കൂടി പോകുന്നത്? എന്തുകൊണ്ടാണ് DGP H. വെങ്കടേഷ് വീണ്ടും SIT അന്വേഷിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒരു പ്രതിയുടെയും കയ്യിൽ വിലങ്ങ് വയ്ക്കരുത് എന്ന് ഉത്തരവിടുന്നത്? കാരണം അവർ പോലും അതിശയിച്ചു പോയി എൻ വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് വീണത്. നേരത്തെ ഇത് സംബന്ധിച്ച കർശന ഉത്തരവ് SIT തലവൻ, SIT താഴെ തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. എന്നിട്ടും മുരാരി ബാബുവിൻ്റെ കയ്യിൽ ആദ്യം വിലങ്ങ് വീണു.
അത് ചെറിയ തോതിലൊന്നുമല്ല. SITയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരെ അലോസരപ്പെടുത്തി. കാരണം DGP ഉൾപ്പെടെയുള്ളവരുടെ ശകാരം കേൾക്കും. മുഖ്യമന്ത്രിയായിരിക്കും DGPയെ വിളിച്ച് ശകാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പോൾ വാസുവിൻ്റെ കയ്യിലെ വിലങ്ങ് വലിയൊരു അപായ സൂചനയായിരുന്നു CPMനെ സംബന്ധിച്ച്. അതുകൊണ്ട് പത്മകുമാറിനെ വിലങ്ങണിയിക്കാതെ കോടതിയിലെത്തിക്കണം. അവിടെ നിന്ന് SITയുടെ കസ്റ്റഡിയിൽ വളരെ ഭദ്രമായി പത്മകുമാറിനെ പറഞ്ഞു വിടണം. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. CPMനെ സംബന്ധിച്ച് അതിനിർണായകം. മുൻ മന്ത്രിമാരെ സംബന്ധിച്ചും വലിയ അപകടഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കസ്റ്റഡിയിൽ വരുന്ന പത്മകുമാർ എന്തൊക്കെയായിരിക്കും പറയുന്നത്? പത്മകുമാറിനെ കൈവിലങ്ങണിയിച്ചാണ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ പത്മകുമാർ പലതും വിളിച്ചു പറയും. അപ്പോൾ പത്മകുമാറിൻ്റെ നാവിൻ തുമ്പിലാണ് ഈ സർക്കാരിൻ്റെ ഭാവി. പത്മകുമാറിൻ്റെ നാവിൻ തുമ്പിലാണ് ഒരു മുൻ മന്ത്രിയുടെ ഭാവി. പത്മകുമാർ എന്തെങ്കിലുമൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ തീരുന്നതാണ് ഇവിടെയുള്ള പല മുഖംമൂടികളും. അവിടെയാണ് മന്ത്രിയും തന്ത്രിയും കൂടുതൽ അപകടക്കുരുക്കിലേക്ക് വരാനുള്ള സാഹചര്യം. വളരെ വലിയ നാടകങ്ങൾ മറുവശത്ത് നമ്മൾ കാണുന്നു. പത്മകുമാർ ആദ്യം മൊഴി നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യ ഇനിഷ്യേറ്റീവ് ഉണ്ടായത്. ഈ സ്വർണ്ണ കൊള്ളയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കൊണ്ടുപോയി കത്ത് കൊടുത്ത് അവിടെയാണ്, മന്ത്രിയുടെ ഓഫീസിലാണ്. മന്ത്രിയാണ് ദേവസ്വം ബോർഡിലേക്ക് കത്ത് തരുന്നത്. അതിവേഗം ഫയലിൻ്റെ നീക്കങ്ങൾ ഏതൊക്കെയോ കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും പത്മകുമാർ തുറന്നു പറഞ്ഞാൽ 24 മണിക്കൂറിനകം അന്നത്തെ ദേവസ്വം മന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. അത് അത്യന്തം അപകടകരമായ അവസ്ഥയാണ്. വാസുവിൻ്റെ കയ്യിലെ വിലങ്ങ് പിന്നീട് പലരുടെ കൈകളിലേക്കും വീഴും. അപ്പോൾ ഭയപ്പെട്ടു പോയി സർക്കാർ. ആ വിലങ്ങിൻ്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ കേരളം വാസ്തവത്തിൽ അമ്പരപ്പോടെ കണ്ടത്. ഒരു സംഘടിത കുറ്റകൃത്യങ്ങൾ, അതും ക്ഷേത്രം കൊള്ളയടിച്ച കേസിൽ ഉൾപ്പെട്ടവരുടെ കയ്യിൽ വിലങ്ങ് വീഴാതിരിക്കാൻ ഒരു സർക്കാർ തന്നെ ഇത്ര വലിയ പരിഭ്രാന്തി കാട്ടുന്നു. വാസു സാർ എന്നൊക്കെ വിളിച്ച് ഒരു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ നീല സഫാരി സ്യൂട്ടൊക്കെ ഇട്ട് മിന്നിത്തിളങ്ങി അങ്ങ് ഡൽഹിയിലെ സുപ്രീം കോടതി മുറ്റത്തും AK സെൻറ്ററിലുമൊക്കെ വിലസിയിരുന്ന വാസു സാർ ഇപ്പോൾ കള്ളം വാസുമായി. ആളുകളൊക്കെ കള്ളം വാസു എന്നാണ് വിളിക്കുന്നത്. ഇപ്പം അതൊന്നും ഇനി തിരുത്തപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഒരു നിയോഗമാണ്. ചില പ്രപഞ്ചത്തിൻ്റെ ചില തീരുമാനങ്ങളുണ്ട്. ആ പ്രപഞ്ച സത്യങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയില്ല. ഇവർക്കൊക്കെ കുറേ കാലം അയ്യപ്പൻ്റെ സ്വത്തും അയ്യപ്പൻ്റെ സ്വർണവും ഒക്കെ കൊള്ളയടിക്കാം. പക്ഷേ എല്ലാ കാലത്തും രക്ഷപ്പെട്ട് ഓടാൻ കഴിയില്ല. ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നതിനിപ്പുറം അതിനൊക്കെ ഉത്തരം പറയിപ്പിച്ചിട്ടേ അയ്യപ്പൻ വിടൂ. അതുകൊണ്ട് തന്നെ ആ വിലങ്ങ് പലരുടെയും തലയ്ക്ക് മുകളിലാണ്. ഇപ്പോൾ കയ്യിൽ വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പത്മകുമാർ ഇന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം. പത്മകുമാർ കൂടെ മുകളിലേക്ക് നോക്കുന്നു. ഭയപ്പെട്ട് മുകളിലേക്ക് നോക്കുകയാണ്. ഇതിപ്പോൾ ബോംബൊന്നും വീഴാനില്ല, പക്ഷേ മുകളിലുള്ള എന്തോ ഒരു ശക്തിയെ ഭയപ്പെടുകയാണ്. കയ്യിലെ വിലങ്ങുണ്ടോ എന്ന് പോലും ഒരുപക്ഷെ ആ സമയത്ത് സംശയിക്കുന്നുണ്ടാവാം. വിലങ്ങ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും കൈയും കാലുമൊക്കെ കൂച്ചിക്കെട്ടിയ വിലങ്ങിലാണ് പത്മകുമാർ ഇന്ന് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് നടന്ന് നീങ്ങുന്നത്. അതും ഒരു നിയോഗമാണ്. അപ്പോൾ പത്മകുമാർ ഇനി എന്തു പറയും? പത്മകുമാർ ആരെയും ഒറ്റുകൊടുക്കാതിരിക്കാൻ, സത്യം തുറന്നു പറയാതിരിക്കാൻ കഴിഞ്ഞ 2 ദിവസമായി പാർട്ടി കാണിക്കുന്ന വെപ്രാളം. പിന്നെ ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളും മറുവശത്ത് നടക്കുന്നു. നമുക്കാരെയും വെള്ളപൂശേണ്ടതില്ല, ഇതിൽ തന്ത്രിമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം 2008 അന്ന് ശബരിമല കീഴ്ശാന്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തുന്നു. പിന്നീട് നമ്മുടെ തന്ത്രി കുടുംബവുമായി വലിയ ബന്ധം പുലർത്തുന്നു. കണ്ഠര് മോഹനര്, കണ്ഠര് രാജീവര്, ഇവരൊക്കെ പറയുന്നത് 2008 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നാണ്. അവർ നിഷേധിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്ത്രിമാരിലേക്ക് ശ്രദ്ധയത്രയും അന്വേഷണ സംഘം ചോദ്യം ചെയ്ത തന്ത്രിമാരുടെ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2 ദിവസത്തിനകം ജയറാം ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തും. അപ്പോൾ തന്ത്രിമാരെയും ജയറാമിനെയും ഒക്കെ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യൽ, അതിൻ്റെ ഉത്തരങ്ങൾ, ഇത്തരത്തിൽ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം മറുവശത്ത് നടക്കുന്നു. മറ്റൊന്ന്, പത്മകുമാർ ഇപ്പോൾ കൊടുക്കുന്ന മൊഴി ഇതുവരെ വളരെ വേഗത്തിലായിരുന്നു. മുരാരി ബാബുവിൻ്റെ, സുധീഷ് കുമാറിൻ്റെ, KS ബൈജുവിൻ്റെ, അതിനുശേഷം വാസുവിൻ്റെ ഒക്കെ മൊഴികൾ വളരെ സ്പീഡിലായിരുന്നു നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നൊക്കെ വീണ്ടും കിട്ടുന്നത്. പക്ഷേ പത്മകുമാറിൻ്റെ മൊഴി പുറത്തു പോകാതിരിക്കാൻ ഈ സർക്കാർ സകല അടവും പയറ്റും. കാരണം പത്മകുമാറിൻ്റെ മൊഴി പുറത്തു പോയാൽ അത്യന്തം അപകടകരമാണെന്ന് അവർക്കറിയാം. ആത്യന്തിക റിപ്പോർട്ട് ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഹൈക്കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം സമർപ്പിക്കൂ.
പക്ഷേ അതിനു മുമ്പ് ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം. ആ ഇടക്കാല റിപ്പോർട്ടിൽ വീഴ്ചകളുണ്ടെങ്കിൽ ഹൈക്കോടതി എടുത്തൊടുക്കും. ഒരു ചെകുത്താനും കടലിനും ഇടയിൽ കിടന്ന് പിടയുന്ന പിണറായി വിജയൻ, ഹാട്രിക് ഭരണം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് വന്ന പിണറായി ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് മുന്നിൽ ധരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. പത്മകുമാർ എന്തൊക്കെ പറയും എന്ന് ആകാംക്ഷയോടെ കേരളം നോക്കുമ്പോൾ അമ്പരന്ന് നിൽക്കുന്ന AKG സെൻറ്റർ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് നമുക്ക് മുന്നിൽ. ഇതുവരെ പത്മകുമാറിൻ്റെ അറസ്റ്റ് വരെ ഉണ്ടായിരുന്നതെല്ലാം വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. എന്നാൽ പത്മകുമാറിൻ്റെ ആ സമയത്തെ മൊഴിയിൽ പോലും ഉണ്ട്, അതായത് സർക്കാരിൻ്റെ അറിവോടെയാണ്, ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടാണ് എന്നുള്ളത് പത്മകുമാർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷേ എന്നിട്ടും ഒരു മൊഴി എടുക്കുന്നതിന് പോലും എന്തുകൊണ്ട് ഈ പറയുന്ന കടകംപള്ളിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നില്ല? ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറം ഒരു നിർണായക അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായ ഒരു മൊഴിയെടുക്കുന്നതിന് പോലും SIT നിൽക്കാത്തത് എന്തുകൊണ്ട്? അത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അതൊന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത് എന്നുള്ളത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇതുവരെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാത്തൊരു സത്യമുണ്ട്. ഇതുവരെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അവരുടെ ക്യാമറ കണ്ണോ അവരുടെ ചിന്തകളോ തിരിക്കാത്തൊരു സത്യമുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ചില വെളിപ്പെടുത്തലുകളിൽ നിന്നാണ്. ഒന്ന്, ദേവസ്വം മന്ത്രിയായിരുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഫയൽ നീക്കം ആരംഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയെ സമീപിക്കുന്നു. പക്ഷേ CPMന് ഒരു ഭരണക്രമമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അന്ന് ദേവസ്വം മന്ത്രി. കടകംപള്ളി സുരേന്ദ്രനാവട്ടെ ഏത് ഇന്ദ്രനാവട്ടെ CPMൻ്റെ ഒരു മന്ത്രിയായി അല്ലെങ്കിൽ CPMൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മന്ത്രിസഭയിലെ ഘടകകക്ഷി മന്ത്രിമാരായിരിക്കട്ടെ, ആ മന്ത്രിയുടെ ഓഫീസിൽ എടുക്കുന്ന ഏത് തീരുമാനവും AKG സെൻറ്റർ വെറ്റ് ചെയ്ത് കൊടുക്കണം. മന്ത്രിയുടെ മുന്നിലെത്തുന്ന ഫയലുകളുടെ മുഴുവൻ വിശദാംശങ്ങൾ അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി അത് കുറിപ്പുകൾ എഴുതി നോട്ടുകൾ എഴുതി AKG സെൻറ്ററിൽ എത്തിച്ച് AKG സെൻറ്ററിൽ നിന്ന് അനുമതി വാങ്ങി മാത്രമേ അതിനൊരു ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയൂ. അന്നത്തെ കാലത്ത് നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പാർട്ടി സെക്രട്ടറി. കോടിയേരിയുടെ അടുക്കലെന്ന് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ചെല്ലും. തങ്ങളുടെ മുന്നിലുള്ള ഫയലുകളുടെ വിശദാംശങ്ങൾ അവർ കോടിയേരിക്ക് മുന്നിൽ അവതരിപ്പിക്കും. കോടിയേരി അത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. അങ്ങനെ പാർട്ടി എടുക്കുന്ന ഒരു ഔദ്യോഗിക തീരുമാനം, ആ തീരുമാനത്തിനൊപ്പമായിരിക്കും മിക്കവാറും മന്ത്രിമാർ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒറ്റയാൻ പോക്കാണ് ഇതെന്ന് വ്യക്തമായി പറയുക വയ്യ. കാരണം കടകംപള്ളിയെപ്പോലൊരു മന്ത്രി ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് AKG സെൻറ്ററിന് പിന്തുണ വേണം, അതിന് പാർട്ടിയുടെ ഒരു അനുമതി വേണം. പാർട്ടി അനുമതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ കേട്ട ചില വാർത്തകൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടി വരും. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇലക്ഷൻ ഫണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പക്കാരായ വ്യവസായികളിൽ നിന്ന് ഇവിടെ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിച്ചു എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ നട്ട്ഷെൽ. അപ്പോൾ ഇലക്ഷൻ ഫണ്ട് കേരളത്തിലേക്ക് ഒഴുകി, അല്ലെങ്കിൽ മറ്റു ചില ഉന്നതർക്ക് ഇത് സംബന്ധിച്ച പാരിതോഷികങ്ങൾ ലഭിച്ചു. ഇതിൻ്റെ തുടർച്ചയായാണോ മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഫയൽ നീക്കം ആരംഭിക്കുന്നത്? ഇതിൻ്റെ തുടർച്ചയായാണോ ദേവസ്വം ബോർഡിൽ വളരെ പെട്ടെന്നുള്ള ഫയൽ നീക്കങ്ങൾ നടക്കുന്നത്? ഇതിൻ്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയായിരുന്നോ പത്മകുമാർ അട്ടപടലം ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി നിലകൊണ്ടത്? പത്മകുമാറിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, ബോർഡ് ഒരുമിച്ച് വേണം. ബോർഡിലെ മറ്റ് രണ്ടുപേരും അത്ര നിസ്സാരക്കാരല്ല. ശങ്കരദാസും വിജയകുമാറൊന്നും ഒട്ടും നിസ്സാരക്കാരല്ല. ശബരിമലയെ കൊള്ളയടിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്നറിയാൻ അധിക ജ്ഞാനവും വേണ്ട, ഒരു കോമൺ സെൻസ് മതി. അപ്പോൾ ദേവസ്വം ബോർഡിലെ മറ്റ് 2 അംഗങ്ങൾക്കും ഈ ഫയൽ കാണുമ്പോഴേ മനസ്സിലാവും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അടർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കൊള്ളയുടെ ആസൂത്രണമാണ് നടക്കുന്നതെന്ന്. അവരെന്തുകൊണ്ട് പിന്തുണച്ചു? അപ്പോൾ അതിൽ ഒരംഗം എന്ന് പറയുന്നത് CPI നോമിനിയാണ്. അന്നത്തെ കാലത്ത് CPIയെക്കുറിച്ച് ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നും നിസ്സാരമായി കരുതാൻ കഴിയില്ല, ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അംഗങ്ങൾ ഇതിനെ പിന്തുണച്ചു? അപ്പോൾ വിശാല അർത്ഥത്തിൽ ഇതിൻ്റെ വേരുകൾ ആഴ്ന്നു നിൽക്കുന്നത് എവിടെയൊക്കെയാണ്? അത് AKG സെൻറ്ററിൽ മാത്രമായിരിക്കില്ല, മറ്റു ചില കേന്ദ്രങ്ങളിൽ കൂടി അതിൻ്റെ വേരോട്ടം പടർന്നിട്ടുണ്ടാവാം. എങ്കിൽ ആരൊക്കെ അവിടെ നിന്ന് വെള്ളവും വളവും ഉപഹാരങ്ങളും വലിച്ചെടുത്തിട്ടുണ്ട്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരള സർക്കാരിൽ ഇത്ര സ്വീകാര്യത ലഭിച്ചത്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് അവരുടെ സ്പോൺസറാക്കി
ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ ഇത്ര ഒരു വാഴിച്ചത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും അദ്ദേഹത്തിൻ്റെ മുറി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായങ്ങളും അവിടെ ലഭ്യമാക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ആഴത്തിലും പരപ്പിലും ചിന്തിക്കുമ്പോൾ ഇതൊരു നിസ്സാര കൊള്ളയല്ല, ഇതൊരു വലിയ സംഘടിത ക്ഷേത്ര കൊള്ളയാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷവും BJP മുന്നണിയുമൊക്കെ ഇക്കാര്യങ്ങൾ വിശദമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുന്നില്ല? അവർക്കൊക്കെ വേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിക്കണം, തൊട്ടു പിന്നാലെ കടകംപള്ളിയെ പിടിക്കണം, മുഖ്യമന്ത്രിയെ പിടിക്കണം, ഇത്രയൊക്കെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടാനുള്ള ഒരു പോക്ക് മാത്രം. പക്ഷെ അതിന് അപ്പുറം ആഴത്തിലുള്ള വേരുകളുണ്ടോ എന്ന് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ തിരയേണ്ടതുണ്ട്. ഇപ്പോൾ കോടതിയുടെ ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുള്ളിലുള്ളൊരു ഭയം. ഇപ്പോൾ ഈ കോടതിയുടെ മുൻപിൽ തന്നെ ഇതിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ വന്നതാണ്. അതിനോടനുബന്ധിച്ച് ഈ പറയുന്ന പോറ്റിയുടെയും പത്മകുമാറിൻ്റെയും ഒക്കെ വിദേശയാത്രകളുടെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഈ കോടതി സംശയിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ സംശയിക്കുന്നത് പോലെ ഒരു അന്താരാഷ്ട്ര ബന്ധം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് അത് എത്രത്തോളം വിശ്വസനീയമാണ്? ഒരു സാധാരണക്കാരന് നമുക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരുകാരനായ ഒരു പോറ്റി ഒരു കീഴ്ശാന്തിക്കാരനായി അങ്ങ് ശബരിമല ചെല്ലുന്നു. ഇയാളുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു ചെറു പദ്ധതിയാണ് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റിയതിന് പിന്നിലെങ്കിൽ അതൊരിക്കലും നമ്മുടെ സാമാന്യബോധത്തിന് നിരക്കുന്നതല്ല. കാരണം നാളെ മറ്റൊരാൾ വരുന്നു, ശബരിമലയിലെ മറ്റ് 2 സ്വർണ്ണപ്പാളികൾ ഞാൻ അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശിത്തരാം എന്നൊക്കെ പറഞ്ഞ് അഴിച്ചു കൊണ്ടുപോകാൻ മുന്നോട്ട് വന്നാൽ ആരെങ്കിലും ഊരി കൊടുക്കുമോ? അത്ര എളുപ്പത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുമോ? ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചു കൊടുക്കണമെങ്കിൽ അത് ദേവസ്വം ബോർഡിൻ്റെ മാത്രം അനുമതി പോരാ. അതിന് ഈ വിവാദം ആദ്യം കത്തിയാളിയപ്പോൾ അന്ന് മുൻ മന്ത്രിയായിരുന്ന G. സുധാകരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ശബരിമല അയ്യപ്പൻ അവിടെ സുരക്ഷിതനായിരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ സുരക്ഷയിലാണെന്ന്. അപ്പോൾ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ പിന്തുണയില്ലാതെ ഇത്തരം കൊള്ളകൾ നടക്കില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരുടെയും ഒരു ഏജൻ്റായിരിക്കാം. വലിയ അന്താരാഷ്ട്ര കുറ്റവാളികൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അവർക്കൊന്നും മുഖമുണ്ടായിരിക്കില്ല. അവരുടെ മുഖമായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷേ അവരുടെ കാണാച്ചരടുകൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകാം. നമ്മൾ കരുതുന്നതിലും അപ്പുറമുള്ള വലിയൊരു ഭീകര സ്വത്വം പൂണ്ട ഒരു അന്താരാഷ്ട്ര കുറ്റവാളി ഇതിന് പിന്നിലുണ്ടെങ്കിൽ അയാൾ ഏത് AKG സെൻറ്ററിനെയും സ്വാധീനിക്കും, ഏത് സെക്രട്ടേറിയറ്റിനെയും സ്വാധീനിക്കും, ഏത് മന്ത്രിയുടെ ഓഫീസും അയാൾ സ്വാധീനിക്കും. അയാളുടെ മുഖമായി നിൽക്കുന്നതായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി. കാരണം ഇവിടെയും അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയൂ. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് വാസുവിൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറയുകയാണ്, അതായത് ഇത് അഴിച്ചെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ വാസു ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്നു. അല്ല, വാസു ഈ ഫയൽ എല്ലാം കുറിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തൻ്റെ ശിങ്കടികളായ മുരാരിക്കും സുധീഷ് കുമാറിനും വേണ്ട അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് പൊളിച്ചെഴുത്ത് വെക്കുമ്പോൾ വാസു അവിടെയുണ്ട്. പക്ഷെ കൊണ്ടുപോകുമ്പോൾ ഇല്ല എന്നാണ് സാങ്കേതികമായി വാസുവിൻ്റെ അഭിഭാഷകൻ ബാധിക്കുന്നത്. പക്ഷെ അതിലൊരു ലോജിക്കില്ല. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്ന വാസു ഈ സ്വർണ്ണപ്പാളി ഇളക്കാനും പൊളിക്കാനുമുള്ള ഉത്തരവിട്ട് അത് പൊളിക്കാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് പൊളിച്ചടുക്കി വെച്ച് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചുവന്നുകൊണ്ട് പോകുമ്പോൾ താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൽ യുക്തിയൊന്നുമില്ല. പക്ഷേ വാസുവിൻ്റെ ഇടപെടൽ ആദ്യം മുതലുണ്ട് ഇതിൽ. പത്മകുമാർ കൈപ്പടയിൽ എഴുതിയ തെളിവുണ്ട്. പിച്ചള മാറ്റി ചെമ്പെന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പലതും ആലോചിച്ചിരുന്നു, കുബുദ്ധികളാണ് ആലോചിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ അടപടലം പെട്ടത്. ഇതിൽ മറ്റൊരു ചിന്തയില്ല, ഇതിൻ്റെ അകത്തൊരു കൊള്ളയുടെ ചിന്തയില്ലെങ്കിൽ ഇത്തരം തിരുത്തലുകളോ വെട്ടിച്ചേർക്കലുകളോ ഒന്നും വരില്ല, ഒരു ഗൂഢാലോചനയും വരില്ല. അതൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികതയിൽ അങ്ങ് പോകേണ്ടതായിരുന്നു. ഇതൊക്കെ അസ്വാഭാവികമായ ഏകദേശം 150ഓളം കണ്ടെത്തലുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ആ ഓരോ തെളിവും ഹൈക്കോടതിക്ക് മുന്നിൽ ഈ പ്രതികളുടെ മേൽ ഇടുത്തിയായി വീഴും. കാരണം ഇവിടെ കസ്റ്റഡിയിലേക്ക് പോകുന്ന ഓരോ പ്രതിക്കും പിന്നീട് ജാമ്യം കിട്ടുന്നില്ല. മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു ഓരോരുത്തരെ എടുത്തേ. ഒടുവിൽ വാസു, പത്മകുമാർ. ഈ പേടി മറ്റ് പല താരങ്ങൾക്കും ഉണ്ടാവാം, പല ഉന്നത നേതാക്കൾക്കും ഉണ്ടാകാം. ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത്ര ശക്തമാണ്. തെളിവുകൾ മുന്നിൽ വെച്ച് അവർ കാര്യങ്ങൾ നീക്കുന്നത്. 2 ജഡ്ജിമാർ, 2 പേരും തികഞ്ഞ അയ്യപ്പ ഭക്തരുമാണ്.
അതുകൊണ്ട് രക്ഷയില്ല. ഇതുവരെ നോക്കുകയാണെങ്കിൽ മുരാരി ബാബു ആകട്ടെ, ബൈജു ആകട്ടെ, പോറ്റിയും ഒക്കെ ആദ്യം പറയുന്ന പേരുകൾ വാസുവാണ്. വാസുവിനെ കസ്റ്റഡിയിലെടുക്കുമ്പോഴത്തേക്ക് വാസുവിന് ഒരൊറ്റ പേരേ പറയാനുള്ളൂ, പത്മകുമാർ. പത്മകുമാറിന് തിരികെ പറയാനുള്ളത് വാസു മാത്രം. പിന്നെ കൂടിപ്പോയാൽ സർക്കാർ അറിഞ്ഞു, ദേവസ്വം മന്ത്രി അറിഞ്ഞു എന്നുള്ളൊരു പേര് മാത്രമാണ് ഇതിനകത്തിൽ വരുന്നത്. ഈ അറസ്റ്റിലായവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി, പക്ഷേ ഇതിനപ്പുറത്തേക്കൊരു പേര് വീണ്ടും പുറത്തു വരുന്നില്ല. ഇപ്പോൾ കുടുക്കിലായി എന്ന് മനസ്സിലാകുമ്പോൾ പോലും പത്മകുമാർ പോലും ഒരു പേര് പറയാൻ തയ്യാറാകാത്തതിന് പിന്നിലത്തെ കാരണം അതൊരു പാർട്ടി ഭയമാണോ എന്നുള്ള ചോദ്യമുണ്ട്. കേരളത്തിലെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത മറ്റൊരു പ്രശ്നം കൂടി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നമുക്കതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉപയോഗിച്ചാലെന്ന്. അതായത് വലിയ കോളിളക്കമുണ്ടാക്കുന്ന വലിയ അഴിമതി കഥകൾ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വലിയ കൊള്ളകളുടെ കഥകളൊക്കെ വരുമ്പോൾ മാധ്യമങ്ങളത് വലിയ വാർത്തയാക്കും. അതിൽ കുറേ സാക്ഷികളുണ്ടാവും, കുറച്ച് പ്രതികളുണ്ടാവും. പക്ഷെ പിന്നീടുള്ള തുടർ വർഷങ്ങളിൽ ഈ സാക്ഷികളിൽ പലരും ആത്മഹത്യ ചെയ്തു എന്ന ചെറിയ വാർത്ത മാധ്യമങ്ങളിൽ കാണാം. ഈ പ്രതികളിൽ ചിലരെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കാണാം. ഇതിനൊന്നും പിന്നാലെ പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾ പോകില്ല. അതിൻ്റെ അകത്തൊരു ഒരു പ്രശ്നമുള്ളത്, ഈ മാധ്യമങ്ങൾക്ക് വൈറലായ ഒരു സ്റ്റോറിയുടെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ വേണ്ടത്ര റിസൾട്ട് കിട്ടൂ. ഇപ്പോൾ ഒരാളുടെ ആത്മഹത്യയ്ക്ക് പണ്ടത്തെ കൊള്ളയുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതെന്നും പറഞ്ഞാൽ ആർക്കും വേണ്ട. പക്ഷേ മാധ്യമങ്ങൾ ആർക്കും വേണ്ടാത്ത വാർത്തയുടെ പിന്നിൽ പോകില്ല. അവിടെയൊക്കെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഉൾഭയം ഇത്തിരി യുക്തിയുള്ള എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ വാസുവിനെ സംബന്ധിച്ച് വാസുവിനോട് ഗൂഢാലോചന നടത്തിയ എല്ലാ ഉന്നത വ്യക്തികളുടെയും പേര് വാസു പറഞ്ഞാൽ വാസുവിന് അറിയാം ഒരു പക്ഷേ ജയിലിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് വരില്ല എന്ന്. ഒന്നാമത്തെ ഈ പ്രായം, അസുഖം, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു ദുരൂഹത കലർന്നു എങ്കിൽ പോലും പലതും സ്വാഭാവിക മരണങ്ങളായി പോകും. പത്മകുമാറിൻ്റെ മുന്നിലുള്ള പ്രശ്നം അതുതന്നെയാവും. പത്മകുമാർ വാസുവിനേക്കാൾ വലിയൊരു ധൈര്യവാനാണ്. കുറച്ചുകൂടെ നട്ടലുണ്ട്. യുവതി പ്രവേശന വിഷയത്തിൽ അന്ന് ഒരു ഉൾഭയമുണ്ടായിരുന്നു പത്മകുമാറിന്. കാരണം പത്മകുമാറിനെ പോലെ ശബരിമലയെ അടുത്തറിയാവുന്നവർ വേറെയില്ല. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ വളരെ ശക്തമായ നിശ്ചിതമായ വാക്കുകൾ ഉപയോഗിച്ച് അന്ന് പാർട്ടിയെ വിമർശിക്കാനും പത്മകുമാറിന് മടിയില്ല. എങ്കിലും പത്മകുമാറിനറിയാം സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഈ കേസിൽ തൻ്റെ ഉള്ളിലുള്ള എല്ലാ സത്യവും തുറന്നു പറഞ്ഞാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നറിയാം. അത് പത്മകുമാറിൻ്റെ ജീവൻ മാത്രമല്ല, പത്മകുമാറിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് പത്മകുമാറിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഇതിൻ്റെ അകത്തെ പല സാക്ഷികളും അവരുടെ മൊഴി മാറും, അവർ കൊല്ലപ്പെടും, അവരില്ലാതാകും. അതൊക്കെ നമ്മൾ കേരളത്തിൻ്റെ പല ഈ കൊള്ളയുടെ പഴയകാല ചരിത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. ഇത്തരം മഹാകൊള്ളയുടെ ഒത്തിരി ദുരൂഹത കലർന്ന പിന്നാമ്പുറ കഥകൾ. ഇതിന് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങൾ പോകണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും അവസാനമായി ചോദിക്കാൻ ഒരു കാര്യമുള്ളത്, വിശ്വാസികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഹൈക്കോടതിയിലാണ്. അവിടെ നിന്നൊരു നീതി ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. കാരണം ജഡ്ജിമാരുടെയൊക്കെ ശബ്ദം അത് അയ്യപ്പൻ്റെ ശബ്ദമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ലോകായുക്ത ജഡ്ജിമാരൊക്കെ ഈന്തപ്പഴം കഴിച്ചിട്ട് പിന്നീട് കവാത്ത് മറന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല കേസുകളിലും നമ്മൾക്ക്, അതായത് ഈ ജനങ്ങൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു നീതി നടപ്പായിട്ടില്ല. പക്ഷേ ഈ ശബരിമലയിലെങ്കിലും ഒരു കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിൽ സത്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള അവരുടെ വിശ്വാസം, അത് ഉറപ്പിച്ച് ആ ഒരു വിശ്വാസത്തിൽ നിൽക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളൊരു അല്ല, ഇതുവരെയുള്ള അന്വേഷണ രീതി നോക്കുമ്പോൾ, ഹൈക്കോടതിയുടെ ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്കൊരു വിശ്വാസ്യത കൂടുതൽ തോന്നും. കാരണം ഇപ്പോഴുള്ള 2 ജസ്റ്റിസുമാർ രണ്ടുപേരും തികഞ്ഞ അയ്യപ്പ ഭക്തരാണ്. അവർ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് എൻ്റെ ഉത്തരവാദിത്വം അവർക്ക് കിട്ടിയതിൽ പിന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞത്. 2024 കോടതി ഉത്തരവുണ്ട്. ശബരിമലയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കണമെന്ന്. എന്നാൽ ശബരിമലയിലുണ്ടായ വീഴ്ചകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനെ കോടതി ചുമതലപ്പെടുത്തുന്നു, ഹൈക്കോടതി ചുമതലപ്പെടുത്തുന്നു. വളരെ വിശദമായ ഒരു വിജിലൻസ് റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കോടതിയുടെ കണ്ണ് തുറപ്പിച്ചു. തുടർന്നാണ് കോടതിക്ക് നേരിട്ട് ബോധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിരിക്കുന്നത്. അവരുടെ അന്വേഷണത്തിൽ നമുക്ക് ഇതുവരെ ഒരു മാരകമായ പിഴവ് പറയാൻ കഴിയില്ല. പക്ഷേ പല തലത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് ചോദ്യം ചെയ്യലുകൾ വൈകിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളുടെ ദിശ തിരിച്ചുവിടാൻ കഴിഞ്ഞേക്കാം.
രാഷ്ട്രീയ പ്രാധാന്യമുള്ളവരുടെ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയൊക്കെ അവർക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ആത്യന്തികമായി കോടതിയെയോ അയ്യപ്പനെയോ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അവരുടെ വിധിയും അത്യന്തം ദുരന്തപൂർണ്ണമായിരിക്കും. ശബരിമല വിഷയത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ഹൈക്കോടതിയിലാണ് എല്ലാവർക്കും അവസാനം ഒരു ശരണമുള്ളത്. സത്യങ്ങൾ പുറത്തു വരും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. എന്തായാലും 6 അറസ്റ്റുകൾ, അതിൽ 6ാമത്തെ അറസ്റ്റ് സർക്കാരിനെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം അടിമുടി ഉലച്ചിട്ടുണ്ട്. ഇനി 7ാമത്തെ അറസ്റ്റ് അത് ആരുടേതാകും എന്നുള്ള ഒരു ചോദ്യം, ആ ഒരു ആകാംക്ഷയിലാണ് കേരളം മുഴുവൻ ഉള്ളത്. എന്തായാലും സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.